ഹൃദയപൂർവം ഭാഗം 20. ആ പുഞ്ചിരി വൈകുന്നേരം അവളെ കാണുന്നതുവരെ അവൻ്റെ ചുണ്ടിലുണ്ടാകാറുണ്ട്. അവനായി മാത്രം അവൾ കൊടുക്കുന്ന ഒരു പുഞ്ചിരി. ദിവസങ്ങൾ പതിവ് പോലെ തന്നെ കടന്നുപോയി. അവളെ കണി കണ്ടുകൊണ്ട് മാധവൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് പതിവായി. മൗനമായി ലക്ഷ്മിയുടെയും മാധവൻ്റെയും നോട്ടങ്ങൾ, ജനലോരം പരസ്പരം നോക്കുന്നതും എല്ലാം നടന്നുകൊണ്ടിരുന്നു. സാന്ദ്രയുടെയും ലക്ഷ്മിയുടെയും കയ്യിൽ ലാവണ്യയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനായിട്ട് ടീച്ചറമ്മയും മാഷച്ചനും സീതാമ്മയും മാധവൻ്റെ അച്ഛനും പണം കൊടുത്തു വിട്ടു. ടീച്ചറമ്മയും സീതാമ്മയും അവർക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. മാലയായിട്ടോ വളയായിട്ടോ എന്ത് വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞാണ് വിട്ടത്. സാന്ദ്രയും ലക്ഷ്മിയും അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള നല്ല മാലകൾ 2 എടുത്തു. ഉദയൻ്റെയും സാന്ദ്രയുടെയും വകയായി ഒരു വളയും സാന്ദ്ര എടുത്തു. പിന്നെ മാധവ് പറഞ്ഞതുകൊണ്ട് 2 വളകളും കൂടി എടുത്തു. അത് വീട്ടിൽ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇന്ന് ശനിയാഴ്ചയാണ്, ലാവണ്യയുടെ കല്യാണത്തിൻ്റെ തലേദിവസം. വളരെ കുറച്ച് പേർക്ക് മാത്രമേ പരിപാടിയുള്ളൂ. ഭക്ഷണവും മറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയായിരുന്നു ടീച്ചറമ്മയുടെയും ഒപ്പം ലക്ഷ്മിയും. പുറത്തേക്ക് ഇറങ്ങി വന്നു. സാന്ദ്രയും ഉണ്ട്. അപ്പുറത്ത് നിന്ന് സീതാമ്മയും മിത്രയും കൂടി ഇറങ്ങി. മാഷച്ചനും മാധവിൻ്റെ അച്ഛനും നേരത്തെ പോയിരുന്നു. മനുവും അവൻ്റെ കൂട്ടുകാരോടൊപ്പം അങ്ങോട്ട് പോയി. ലാവണ്യയുടെ വീട്ടിൽ ചെന്നതും എല്ലാവർക്കും ലക്ഷ്മിയെ പരിചയപ്പെടുത്തി കൊടുക്കലായിരുന്നു ടീച്ചറമ്മയും സീതാമ്മയും. ലക്ഷ്മിയും ലാവണ്യയുമായിട്ട് ഇതിനോടകം തന്നെ കൂട്ടായിരുന്നു. ഇഷാനിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണ് ഉദയൻ ടൗണിൽ. ഇന്ന് ഉദയനും മാധവും മുഴുവൻ സമയവും കല്യാണ വീട്ടിലുണ്ടായിരുന്നു. അവിടെ ഓടി നടക്കാനും മറ്റും ആരുമില്ലാത്തത് കൊണ്ട്, ലാവണ്യയുടെ അച്ഛൻ വയ്യാത്ത ആളായതുകൊണ്ടും അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. കൂടെ മാഷച്ചനും മാധവിൻ്റെ അച്ഛനും കിച്ചുവിൻ്റെ അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. പാട്ടും ഡാൻസും എല്ലാമായി ലാവണ്യയുടെ കൂട്ടുകാരും മിത്രയും ദിവ്യയും സിത്താരയും ശാലുവും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ലക്ഷ്മിയെ തന്നെ നോക്കി സഞ്ജയും കുറച്ച് മാറി സച്ചിദേവും നിൽക്കുന്നുണ്ടായിരുന്നു. ലാവണ്യയുടെ കൂട്ടുകാരും മിത്രയുടെ കൂട്ടുകാരും കൂടി ചെറിയ രീതിയിൽ മൈലാഞ്ചി ഇടൽ, ഹൽദി അങ്ങനെയെല്ലാം നടത്താൻ പ്ലാൻ ചെയ്തു. വലിയ ആർഭാടങ്ങൾ ഒന്നുമില്ലെങ്കിലും ഉള്ളത് മനോഹരമായി തീർത്ത സ്റ്റേജിലേക്ക് ലാവണ്യയെ കൊണ്ടുവന്നു. ചെറിയ രീതിയിൽ പാട്ടും ഡാൻസും എല്ലാം നടത്തി. പെട്ടെന്നാണ് മിത്ര ലക്ഷ്മിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയത്. അവളുടെ ഒപ്പം ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. മനോഹരമായ ഒരു പാട്ട് വെച്ചതും ലക്ഷ്മി ആ പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് മനോഹരമായി തന്നെ അവിടെ നൃത്തം ചെയ്തു. അത് കണ്ടുകൊണ്ടാണ് കല്യാണത്തിന് വേണ്ടിയുള്ള മാലയും ബൊക്കയും വാങ്ങാനായി പോയ മാധവും കൂട്ടരും അവിടേക്ക് കയറി വരുന്നത്. പുറത്തുനിന്നേ കേട്ടു മനോഹരമായ പാട്ടും കയ്യടിയുടെ ശബ്ദവും എല്ലാം. അകത്തേക്ക് കയറി സ്റ്റേജിൽ മിത്രയുടെയും ദിവ്യയുടെയും സിത്താരയുടെയും എല്ലാം കൂടെ ഡാൻസ് ചെയ്യുന്ന ലക്ഷ്മിയെ കണ്ട മാധവ് കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. എല്ലാവരുടെയും കണ്ണുകൾ സ്റ്റേജിൽ നൃത്തം ചെയ്യുന്ന ലക്ഷ്മിയിൽ തന്നെയായിരുന്നു. ടീച്ചറമ്മയും സീതാമ്മയും ദിവ്യയുടെ അമ്മയും അടക്കം എല്ലാവരും അത് കണ്ടുകൊണ്ട് നിന്നു. ലക്ഷ്മി ഇത്രയും മനോഹരമായി നൃത്തം ചെയ്യുന്നത് പുറമേ ആർക്കും അറിയില്ലായിരുന്നു. അവൾ ചെയ്യുന്നത് നോക്കിക്കണ്ടാണ് ബാക്കി എല്ലാവരും കളിക്കുന്നത്. പാട്ടിൻ്റെ താളത്തിൽ ഒന്ന് വട്ടം കറങ്ങിയ ലക്ഷ്മിയുടെ കണ്ണുകൾ പെട്ടെന്നാണ് അവളെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന മാധവിലേക്ക് ചെന്നത്. ഒരു നിമിഷം അവളും അവനെ നോക്കി. നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന മാധവിനെ കണ്ടതും ഇത്രയും നേരം വിടരാതെ നിന്ന അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു. പുഞ്ചിരിയോടെ അവൾ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്തു. ഡാൻസ് കഴിഞ്ഞതും നിറഞ്ഞ കയ്യടിയായിരുന്നു. അവൾ അവിടെ നിന്നും താഴേക്കിറങ്ങി സാന്ദ്രയുടെ അടുത്ത് വന്ന് ഇരുന്നു. അപ്പോഴാണ് ഉദയൻ അങ്ങോട്ട് വരുന്നത്. മാധവിനെ കണ്ടതും ഉദയൻ അവൻ്റെ അടുത്തേക്ക് വന്നു. നമ്മുടെ ലക്ഷ്മിക്കുട്ടിയുടെ ഡാൻസ് ഉണ്ടായിരുന്നല്ലേ? ഞാനിപ്പോഴാണ് കണ്ടത്. മുഴുവൻ കണ്ടോ നീ? ഉദയൻ ചോദിച്ചു. ഇല്ല, ഞാനും അറിഞ്ഞില്ല, അവൻ പതിയെ പറഞ്ഞു. അപ്പോഴാണ് ഇഷാനി മാധവിൻ്റെ തോളിലടിച്ചത്. ഞാൻ ഇവളെ കൊണ്ടുവരാൻ പോയതാ എന്ന് പറഞ്ഞില്ലേ, പക്ഷേ അവിടെ വെച്ച് എനിക്ക് മറ്റൊരു സാധനത്തിനെ കിട്ടിയിട്ടുണ്ട്. ഉദയൻ പറഞ്ഞതും മാധവ് ആരാണ് എന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴാണ് ഗംഗയെ കാണുന്നത്. ഇവളെന്താ ഇവിടെ? മാധവ് ചോദിച്ചു. 2 കൂടി പ്ലാൻ ചെയ്ത വന്നത്. ലാവണ്യയുടെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇഷാനി ഏർപ്പെടുത്തിയത് ഗംഗയെ ആയിരുന്നു എന്ന് അവിടെ ചെന്ന് 2 കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇന്നലെ വിളിച്ച് ഇഷാനി ലാവണ്യയോട് പറഞ്ഞിരുന്നു. അവൾക്ക് വിവാഹ സമ്മാനമായി ലാവണ്യയുടെ വിവാഹത്തിൻ്റെ ഫുൾ മേക്കപ്പ് കാര്യങ്ങളും എല്ലാം ഏർപ്പാടാക്കിയിരിക്കുന്നത് ഇവളാണ് എന്ന് പറഞ്ഞിരുന്നു. ഉദയൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ലാവണ്യ അവിടെ അടുത്തേക്ക് വരുന്നത്. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയ ആളാണ്, ഇപ്പോഴാണ് വരുന്നത്? ലാവണ്യ ചോദിച്ചു. വൈകിപ്പോയി മോളെ, കുറച്ച് ദൂരെ നിന്നല്ലേ വരുന്നത്?
അത് മാത്രോ, ഇവൾക്ക് ഇന്ന് ഒരു വർക്കും ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാ വന്നത്. മാധവേട്ട, എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ഞാനിവിടെ വരുമ്പോൾ ഇവരൊക്കെയല്ലേ എൻ്റെ കൂട്ട്. ഗംഗ പറഞ്ഞു. എന്നെ വിളിച്ചപ്പോൾ സീതാമ്മയും പറഞ്ഞില്ലല്ലോ ഇത്. മാധവിനോട് പരിഭവം പോലെ പറഞ്ഞുകൊണ്ട് ഗംഗ മാധവിൻ്റെ കയ്യിൽ പിടിച്ചു. ആ സമയം മാധവിൻ്റെ നോട്ടം പോയത് സ്റ്റേജിൻ്റെ അടുത്ത് നിന്ന് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന സാന്ദ്രയുടെയും മിത്രയുടെയും കൂടെ വരുന്ന ലക്ഷ്മിയിലായിരുന്നു. ലക്ഷ്മിയുടെ നോട്ടം ആ സമയം മാധവിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ പെണ്ണിലായിരുന്നു. ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഓടി അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ട ഗംഗ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ചേച്ചി എന്താ ഇവിടെ? ഇവിടെ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മിത്ര ഗംഗയെ കെട്ടിപ്പിടിച്ചത്. ഗംഗ അവളെ കെട്ടിപ്പിടിച്ച് വട്ടം കറക്കി. അയ്യോ, താഴെ നിർത്തി. ഇതിപ്പോൾ ചേച്ചി വലിയ സ്ട്രോങ് ആയല്ലോ. പണ്ട് എലുമ്പ് പോലെ ഇരുന്നേച്ചതാ. നല്ല പോളിംഗ് ആണല്ലേ? മിത്ര ചോദിക്കുന്നുണ്ട്. എടി പെണ്ണെ, നീ എന്താടി എന്നോട് പറയാതിരുന്നത് നമ്മുടെ ലാവണ്യ കൊച്ചിൻ്റെ വിവാഹമാണെന്ന്? ഇതറിഞ്ഞേച്ചെങ്കിൽ ഞാൻ 2 ദിവസം മുമ്പേ വരില്ലായിരുന്നോ? ഇതിപ്പോൾ സത്യത്തിൽ എന്നെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് വിളിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാതെ ഞാൻ നിങ്ങളെ കാണാനൊന്നും വന്നതല്ല. എൻ്റെ സൗഹൃദത്തിൻ്റെ പേരിലും വന്നതല്ല, ഗംഗ പറഞ്ഞു. അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് സീതാമ്മയും ടീച്ചറമ്മയും വരുന്നത്. മോളെപ്പോഴാ വന്നേ? സീതാമ്മ ചോദിച്ചു. ഓ, കാണുമ്പോഴുള്ള സ്നേഹമുള്ളൂ എന്നോട്, അല്ലാതെ എന്നോട് സ്നേഹമൊന്നുമില്ല, ഗംഗ പരിഭവം പോലെ പറഞ്ഞതും ഞാൻ വിളിച്ചിട്ട് ആൻറ്റി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി അവരുടെ അടുത്തേക്ക് വന്നു. ശരി, ഞാൻ പറഞ്ഞില്ല, പക്ഷേ നിനക്ക് പറയായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, നിനക്ക് 2 ദിവസം മുമ്പ് വരായിരുന്നില്ലേ? സീതാമ്മ ചോദിച്ചു. എന്നെ വിളിക്കാത്തടുത്ത് ഞാൻ വരുന്നത് എങ്ങനെയാ? ഗംഗ പറഞ്ഞു. മതി നിന്റെ പരിഭവം പറച്ചില്. ലാവണ്യ നിന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ ബിസിയല്ലേ, എവിടെ ഫോൺ എടുക്കാൻ? ഞാനുണ്ടായിരുന്നു അന്ന്, സീതാമ്മ പറഞ്ഞു. ഓ, ഒരു പ്രാവശ്യം വിളിച്ച പിന്നെ വിളിക്കണ്ടല്ലേ? പിന്നീട് അങ്ങോട്ട് ഗംഗയുടെ പരിഭവം പറച്ചിലായിരുന്നു. എങ്ങനെയൊക്കെയോ എല്ലാവരും അവളെ ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് ഇഷാനിയുടെ കണ്ണുകൾ അവരെ തന്നെ നോക്കി മാറി നിൽക്കുന്ന ലക്ഷ്മിയിൽ ഉടക്കിയത്. അമ്മേ, ഇതാണോ നമ്മുടെ ലക്ഷ്മിക്കുട്ടി? ഇഷാനി ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അതെ, മോളിങ്ങ് വാ, എന്താ മാറി നിൽക്കുന്നത്? ടീച്ചറമ്മ ചോദിച്ചതും ലക്ഷ്മി അവരുടെ അടുത്തേക്ക് വന്നു. അവരുടെ അടുത്തേക്ക് വരുന്ന ലക്ഷ്മിയുടെ നോട്ടം മാധവിലേക്ക് ചെന്നു. പെട്ടെന്ന് തന്നെ അവൾ നോട്ടം മാറ്റുകയും ചെയ്തു. എന്നാൽ കുറച്ച് മാറി സഞ്ജയ് അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിലെല്ലാം ഞെട്ടലും സന്തോഷവുമായിരുന്നു. അവളുടെ ഡാൻസ് കണ്ട അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ ഇത്രയും മനോഹരമായിട്ട് നൃത്തം ചെയ്യുമെന്ന്. അവൻ്റെ കണ്ണുകളിൽ ആ സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ ഇതേ സന്തോഷത്തോടു കൂടി തന്നെ സച്ചിദേവും അവിടെ ഉണ്ടായിരുന്നു. അവന് ലക്ഷ്മിയോട് സംസാരിക്കണം തോന്നി. എന്നാൽ അവൾ മാധവിൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നതും അവിടെ നിന്ന് സംസാരിക്കുന്നതും കണ്ട സച്ചിദേവിന് ദേഷ്യവും തോന്നുന്നുണ്ടായിരുന്നു. അതെ, ഇങ്ങനെ നിന്ന് സംസാരിച്ചിരുന്ന ബാക്കിയുള്ള പരിപാടികളൊന്നും നടക്കില്ല കേട്ടോ. അങ്ങോട്ട് വന്നുകൊണ്ട് ശാലുവും ദിവ്യയുമാണ് പറഞ്ഞത്. എന്നാ വാ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗയും ഇഷാനിയും സാന്ദ്രയും ലക്ഷ്മിയും പിന്നെ മിത്രയും ഗംഗയും കൂടെ സിത്താരയും കൂടി. പിന്നീട് അങ്ങോട്ട് മനോഹരമായ പാട്ടും ഡാൻസും എല്ലാമായിരുന്നു. ലക്ഷ്മിയുടെ ഡാൻസ് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും അവളെ വീണ്ടും നൃത്തം ചെയ്യാൻ വിളിച്ചെങ്കിലും അവൾ അതിന് തയ്യാറാവാതെ മാറിയിരുന്നു. പറ്റുന്നില്ല, എനിക്ക് വയ്യ എന്നൊക്കെ അവൾ പറഞ്ഞ് മാറിയിരിക്കുന്നത് മാധവ് കാണുന്നുണ്ടായിരുന്നു. അവന് എന്തോ വല്ലായ്മ തോന്നി. അത് ഗംഗ വന്ന് തൻ്റെ കയ്യിൽ പിടിച്ചത് കൊണ്ടാണോ എന്ന് ഒരു നിമിഷം മാധവ് ചിന്തിച്ചു. അതാലോചിച്ചപ്പോൾ മാധവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം ചെറിയ സങ്കടവും. മാധവും കൂട്ടരും കൂടി തന്നെയാണ് ഭക്ഷണം വിളമ്പിയതും. ഭക്ഷണം വിളമ്പുമ്പോൾ മാധവ് ലക്ഷ്മിയുടെ അടുത്ത് ചെല്ലുമ്പോഴെല്ലാം അവൾ അവനെ നോക്കുന്നുണ്ടായിരുന്നില്ല. അത് മാധവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചുമെല്ലാം ഭക്ഷണവും കഴിച്ച് നാളെ രാവിലെ നേരത്തെ വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. എല്ലാവരും അവിടെ നിന്ന് പിരിയുമ്പോൾ ഒത്തിരി ലേറ്റായിരുന്നു. ആരുമില്ല എന്നൊരു തോന്നൽ ലാവണ്യയ്ക്കും കുടുംബത്തിനും ഇല്ലാത്ത രീതിയിൽ ആ രാത്രി അവർ മനോഹരമാക്കിയിരുന്നു. എന്നാൽ ഇതേ സമയം മാധവിൻ്റെ ഫോണിലേക്ക് വിനോദിൻ്റെ കോള് വരുന്നുണ്ടായിരുന്നു. മാധവ് ഫോൺ എടുത്തതും അവിടുത്തെ കഴിഞ്ഞോ? മാധവിനോട് വിനോദ് ചോദിച്ചു. കഴിഞ്ഞു, വിനോദേട്ടനെ കണ്ടില്ലല്ലോ. ഞാൻ എങ്ങനെ വരാനാ? ഇവിടെ ഒരുത്തൻ. നീ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വാ. എവിടേക്ക്? എടാ, നമ്മുടെ താഴെയുള്ള പുഴയോരത്ത്. അവിടെ എന്ത് ഈ രാത്രിയിൽ? നീ വാ, താഴത്തെ കടവിൽ ഞാനുണ്ട്. ഞാൻ മാത്രമല്ല, ഇവിടെ ഒരുത്തനും കൂടിയുണ്ട്. നീ ആ ഉദയനെയും കൂട്ടിക്കോ.
ബാക്കിയെല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ശരി, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത മാധവ് ഉദയ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചു. നാളത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് നിന്ന ഉദയൻ മാധവിൻ്റെ വിളി കേട്ടതും അവൻ്റെ അടുത്തേക്ക് ചെന്നു. എടാ, നമുക്ക് താഴത്തെ കടവ് വരെ ഒന്ന് പോകണം. എന്തിന് ഈ നേരത്ത്? എന്തോ പ്രശ്നമുണ്ട്. ഇപ്പോൾ എന്നെ വിനോദേട്ടനെ വിളിച്ചത്. അവിടേക്ക് ബാക്കിയെല്ലാവരും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ മാധവ്? ഉദയൻ വെപ്രാളത്തോട് ചോദിച്ചു. അറിയില്ല, എൻ്റെ മനസ്സിൽ കിച്ചു, അവനെന്തെങ്കിലും. മാധവിന് പെട്ടെന്ന് അതാണ് മനസ്സിലേക്ക് വന്നത്. നീ വാ, ഞാൻ വണ്ടി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം മാധവ് ചെന്ന് അവൻ്റെ ബുള്ളറ്റ് എടുത്തു. അവൻ്റെ വണ്ടി താഴത്തെ കടവിൻ്റെ പകുതി ഭാഗത്തോളം ചെന്നു. അവിടെ നിന്നും ഇറങ്ങി ഉദയനും മാധവും പിന്നെ ഓടുകയായിരുന്നു. ഓടിയവർ താഴേക്ക് ചെന്നപ്പോഴേ കണ്ടു എല്ലാവരുടെയും മൊബൈലിൻ്റെ ടോർച്ചിൻ്റെ വെട്ടത്തിൽ. എന്താ ഇവിടെ? മാധവ് ചോദിച്ചു. അത് നീ ഇവനോട് ചോദിക്കുക, രവിചേട്ടൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞപ്പോഴാണ് താഴെ മണ്ണിൽ മലർന്നു കിടക്കുന്ന കിച്ചുവിനെ കാണുന്നത്. ഒട്ടും ബോധമില്ല എന്ന് അവനെ കണ്ടപ്പോൾ തന്നെ മാധവിന് മനസ്സിലായി. മാധവ് മുട്ടുകുത്തി താഴെയിരുന്നു. കിച്ചു, എടാ നീ കണ്ണു തുറന്നേ. മാധവ് അവൻ്റെ കവിളിലും മറ്റും അടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം തുറക്കും. എത്ര സമയമായിന്നറിയോ ഞങ്ങളെല്ലാവരും മാറി മാറി വിളിക്കുന്നത്. ഇവനെന്താ കഴിച്ചേ? മാധവ് ചോദിച്ചു. നീ പേടിക്കണ്ട, മദ്യം തന്നെ കഴിച്ചിരിക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ 2 കുപ്പിയാണ് അകത്താക്കിയിരിക്കുന്നത്, രവിചേട്ടൻ പറഞ്ഞു. എൻ്റെ ദൈവമേ, ഈ ചെക്കൻ. ഉദയനും അവൻ്റെ അടുത്തേക്ക് ഇരുന്നു. നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. അതൊക്കെ ഒഴിച്ചു, കണ്ടില്ലേ തലയും മറ്റൊക്കെ നനഞ്ഞിരിക്കുന്നത്, ദേഷ്യത്തോടെ മൊയ്തീൻ പറഞ്ഞു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഇതിപ്പോഴാണ് തുടങ്ങിയേ? അറിയില്ല. ഇവനെ അവിടെ വന്ന് അന്വേഷിച്ചിട്ട് കാണാണ്ടായപ്പോൾ ഞാൻ ഇവൻ്റെ ഫോണിൽ വിളിച്ചു. കുറേ പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ എപ്പോഴും ഇവൻ ഫോൺ എടുത്തു. എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് ശബ്ദം ശ്രദ്ധിച്ചപ്പോൾ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ ഇവിടെയാണെന്ന് ഊഹിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഇവനെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ്, മൊയ്തീനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ എന്താ കാണുന്നത്? 2 കുപ്പിയും മാറി മാറി കുടിക്കുന്നു. അതും തീരാറായി. ഇനി അതിലില്ല. എന്നിട്ടും വായിലേക്ക് കമത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ സമയം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു മാധവ. ഒന്നങ്ങ് പൊട്ടിച്ചു. അപ്പോൾ നിലത്തേക്ക് വീണതാ. പിന്നെ കണ്ണ് തുറന്നിട്ടില്ല. എന്തൊക്കെയോ ഞെരക്കവും മുകളിലും കേൾക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും പറ്റിയില്ല. അങ്ങനെയാ ഇവരെ വിളിച്ചത്. ഇവർ വന്നപ്പോൾ പറഞ്ഞു നീയും ഉദയനൊക്കെ അവിടെ നല്ല തിരക്കിലാണെന്ന്. അതുകൊണ്ടാണ് വിളിക്കാഞ്ഞത്. ഇവന് വേണ്ടി എന്തിനാ ആ കൊച്ചിൻ്റെ സന്തോഷം കളയുന്നത്? ആരുമില്ലാതെ ഇത്രയും ഭംഗിയായിട്ട് നിങ്ങളെല്ലാവരും കൂടിയല്ലേ ആ കുട്ടിയുടെ ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കിയത്, രവിചേട്ടനാണ് പറഞ്ഞത്. പക്ഷേ ഇവനെക്കുറിച്ച് ഓർക്കുമ്പോൾ നെഞ്ചിലൊരു നീറ്റലാണ് എന്ന് പറഞ്ഞുകൊണ്ട് രവിചേട്ടൻ അവിടെ തന്നെ ഇരുന്നു. എല്ലാവരും അവന് ചുറ്റുമായിട്ട് ഇരുന്നു. എന്താ ചെയ്യാം മാധവേട്ട? ബാലുവാണ് ചോദിച്ചത്. എന്താ ചെയ്യാം? എന്തായാലും ഇനി ആ കുട്ടിയോട് ഈ വിവാഹം വേണ്ടാന്ന് വയ്ക്കാൻ പറയാൻ പറ്റില്ലല്ലോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അത്ര അവസ്ഥയിലേക്ക് എത്തിച്ചു. ഇവൻ തന്നെയാ കാരണം. ഒരു വാക്ക് ഇവനെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെല്ലാം തന്നെ പോയി സംസാരിക്കായിരുന്നില്ലേ? ഇതിപ്പോൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് ഇപ്പോഴും അവൻ അത് തന്നെയല്ലേ കാണിക്കുന്നത്. ഇത്രയും ദിവസം നമ്മുടെ മുന്നിൽ കുഴപ്പമില്ല, അവള് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു അഭിനയമായിരുന്നു. എന്നിട്ട് ഇതിനു വേണ്ടിയായിരുന്നു അവൻ നമ്മുടെ മുന്നിൽ അഭിനയിച്ചത്? മനസ്സിലെ സങ്കടങ്ങൾ മുഴുവനും മനസ്സിൽ തന്നെ പൂട്ടിവെച്ചത്? മാധവ് ചോദിച്ചു. മാധവേട്ടൻ ഇത് ആരോടാ പറയുന്നേ? ഈ ബോധമില്ലാതെ കിടക്കുന്ന സാധനത്തിനോടോ? ഇവനെ ഞാൻ ബോധം ഉണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് അവിടെ നിന്ന് എഴുന്നേറ്റു. അവനെ എഴുന്നേക്കുന്നത് കണ്ടതും ബാക്കി എല്ലാവരും എഴുന്നേറ്റു. പെട്ടെന്ന് മാധവ് കിച്ചുവിനെ എടുത്തു പൊക്കി. അവനെയും കൊണ്ട് പുഴയിലേക്ക് ഇറങ്ങുന്നത് കണ്ടതും മാധവ, നല്ല തണുപ്പാണ്, അതും മഴ പെയ്തിരിക്കുന്നു, നല്ല ഒഴുക്കാണ്, പോകണ്ടങ്ങട് എന്ന് പറഞ്ഞ് ബാക്കിയെല്ലാവരും മാധവിനെ തടയാൻ നോക്കുന്നുണ്ട്. എന്നാൽ കുതറി മാറിക്കൊണ്ട് കിച്ചുവിനെയും കൊണ്ട് അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. അവനെ മുക്കി 2-3 പ്രാവശ്യം അവൻ പൊക്കി. അപ്പോഴേക്കും ഒരു ഞരക്കത്തോടെ കിച്ചു കണ്ണു തുറന്നു. ഉദയ, പിടിച്ചു കയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് രവിചേട്ടനും വിനോദും കൂടി മുന്നോട്ട് വന്നതും അതിനു മുമ്പേ ഉദയൻ ചാടി ഇറങ്ങി മാധവിൻ്റെ ഒപ്പം തന്നെ അവനെയും പിടിച്ച് കയറ്റിയിരുന്നു. അവിടെയുള്ള ഒരു പാറമേലായിട്ട് കിച്ചുവിനെ ഇരുത്തി. ഇവനോട് ഇപ്പോൾ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല, അതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കണ്ട. ഇവനെ എന്തു ചെയ്യും? ഉദയൻ ചോദിച്ചു. ഞാൻ കൊണ്ടുകൊള്ളാം എൻ്റെ വീട്ടിലേക്ക്. അല്ലാതെ പെരുവഴിയിൽ കളയാൻ പറ്റില്ലല്ലോ ഈ സാധനത്തിനെ. നമ്മളൊക്കെ അത്ര കണ്ട് സ്നേഹിച്ചതല്ലേ, അവനിങ്ങോട്ടില്ലെങ്കിലും, രവിചേട്ടൻ പറഞ്ഞു.
രവിചേട്ടന് അവനെ അത്ര ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും വാ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പിടിച്ച് അവനെ രവിചേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ രവിചേട്ടനും ഭാര്യയും മാത്രമേ ഉള്ളൂ. മക്കൾ രണ്ടുപേരും പഠിക്കാനായിട്ട് മറ്റു സ്ഥലങ്ങളിലാണ്. കിച്ചുവിനെ കൊണ്ടുവരുന്നത് കണ്ടതും നീ ഒരു മുണ്ടും ഒരു ഷർട്ടും എടുത്തേ, രവിചേട്ടൻ ഭാര്യയോട് പറഞ്ഞതും അവർ വേഗം തന്നെ അകത്തേക്ക് പോയി. നനഞ്ഞിരിക്കുന്ന മുണ്ടും ഷർട്ടും മാറ്റി അവനെ മറ്റൊരു വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടത്തി. ഇവിടെ കിടക്കട്ടെ രവിചേട്ടാ, റൂം പുറത്തുനിന്ന് പൂട്ടിക്കോ, അല്ലെങ്കിൽ ഇനിയും ചിലപ്പോൾ ഇവൻ എഴുന്നേറ്റ് പോകും, മാധവ് പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം അവനെ, നിങ്ങൾ പൊയ്ക്കോ. പിന്നെ രവിചേട്ടാ, നാളെ ഞാൻ രാവിലെ തന്നെ വരാം, ഇവനെ എനിക്കൊന്ന് കാണണം, മാധവ് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് എല്ലാവരും ഇറങ്ങി. അവിടെ നിന്ന് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം പോയി. സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല, ഇവൻ്റെ കാര്യം ഓർത്ത് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും ആ പെങ്കൊച്ചിൻ്റെ കല്യാണം, അവളുടെ മുഖത്ത് സന്തോഷമൊക്കെ കണ്ടപ്പോൾ അവരും അറിയാതെ സന്തോഷിച്ചു പോയിരുന്നു. അവർ നടന്ന് ലാവണ്യയുടെ വീടിൻ്റെ ഭാഗത്തെത്തിയതും മാധവും ഉദയനുമെല്ലാം അകത്തേക്ക് നോക്കി. മുറ്റത്ത് പായയിലും മറ്റും ആരൊക്കെയോ കിടക്കുന്നുണ്ട്. മുന്നിലെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അവർ അവിടെ നിന്നും നടന്നു മാറിയപ്പോഴാണ് പെട്ടെന്ന് ചെമ്പരത്തി വേലിയുടെ അടുത്ത് ഒരനക്കം കണ്ടത്. മാധവ് അനങ്ങാതെ നിന്നു. അവൻ നിൽക്കുന്നത് കണ്ട് ബാക്കി എല്ലാവരും നിന്നു. മാധവ് ചുണ്ടിൽ കൈവച്ചുകൊണ്ട് മിണ്ടരുത് എന്ന് കാണിച്ചു. അല്പസമയം അവർ എല്ലാവരും അവിടെ തന്നെ നിന്നു. രവിചേട്ടനൊഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവരും ഒരാളനക്കം കണ്ടത്. ഇതിപ്പോൾ ആരാ എന്നുള്ള രീതിയിൽ അവർ പരസ്പരം നോക്കി. ചിലപ്പോൾ ആരെങ്കിലും മൂത്രമൊഴിക്കാൻ വന്നതായിരിക്കും വേലിയുടെ അടുത്ത്, ബാലു പറഞ്ഞു. പെട്ടെന്നാണ് കുപ്പിവളകൾ കിലുങ്ങുന്ന ശബ്ദം കേട്ടത്. അത് എല്ലാവരും വ്യക്തമായി കേട്ടതും മാധവും ഉദയനും പതിയെ മുന്നിലേക്ക് വന്നു. അവർ നോക്കുമ്പോൾ കിണറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടതും മാധവ് ഉദയനെ നോക്കി. മാധവേ, അത് ആരാണത്? ഉദയൻ ചോദിച്ചു. അറിയില്ല, വാ എന്ന് പറഞ്ഞ് അവർ പതിയെ മുന്നിലേക്ക് നടന്നു. മുറ്റത്ത് പന്തലിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഷീറ്റ് വെച്ച് നാലുപാടും മറച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അവിടെയുള്ളത് ആരാണെന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സ്ത്രീയാണ് എന്ന് മാത്രം മനസ്സിലായി മാധവിന്. മാധവ് മുന്നിലേക്ക് നടന്നു. അവിടെ സൈഡിലായി മറച്ചിരുന്ന ആ തുണി മാറ്റിക്കൊണ്ട് അവൻ അതിനടിയിലൂടെ അവിടെ നിന്ന ആ രൂപത്തിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. പെട്ടെന്ന് ഒച്ചയെടുക്കാൻ പോയതും മാധവിൻ്റെ ഒപ്പം തന്നെ മുന്നിലേക്ക് വന്ന ഉദയൻ വായ പൊത്തിപ്പിടിച്ചു. ഇരുട്ടായതുകൊണ്ട് തന്നെ അവർക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആരാണെന്ന്. ബാലു, ടോർച്ചടിച്ചു നോക്ക് ആരാണെന്ന്, ഉദയൻ പറഞ്ഞതും ബാലു വേഗം മുന്നിലേക്ക് വന്ന് അവൻ്റെ ഫോണിൻ്റെ ടോർച്ചടിച്ചു. ആ വെളിച്ചത്തിൽ തെളിഞ്ഞ മുഖം കണ്ടതും എല്ലാവരും ഞെട്ടി. ഞെട്ടലോടെ എല്ലാവരും പരസ്പരം നോക്കി. ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.